ജീവിതത്തിന്റെ വഴിത്താരയിൽ ഇനി അടുത്ത ചുവട് എങ്ങോട്ട് എടുത്ത് വെക്കണം എന്ന് സംശയിച്ച് മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ ഒരു വ്യക്തിയെങ്കിലും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ വിടുതലാണ്. എനിക്ക് ഉറപ്പുണ്ട്. വളരെ സാവധാനം വചനം ശുശ്രൂഷിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പറയുന്നത് കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ അവർ കേൾക്കുന്ന വചനം ആഴത്തിൽ പതിഞ്ഞ് അതവരിൽ ക്രിയ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിനായി കർത്താവ് നമ്മയെല്ലാം, ഈ സംസാരിക്കുന്ന എന്നെയും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ നമുക്ക് വളരെ പരിചിതമായ 2-3 വചനഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. സാധിക്കുമെങ്കിൽ നിങ്ങളിൽ ഒരാൾ സാവധാനം അത് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. ഇന്നത്തെ കുറിവാക്യമായിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 51 അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 51, 51, 9, 10 and 11 ഒരാൾക്ക് വായിച്ച് സഹായിക്കാമല്ലോ. ആമേൻ, ഹല്ലേലൂയ. ആഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, എന്നെ മാർവോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, എന്നെ മാർവോടു ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയായി. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയായി. സ്വർഗീയ പരമപിതാവ്, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആത്മാവോടെ ഒരു മനസ്സോടെ കടന്നു വരുന്ന പാപിതാവേ, അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൂതുകളെ അപാപിതാവേ ഇന്ന് കേൾക്കുന്ന ജനത്തോട് കൈമാറുവാൻ കർത്താവേ സ്തോത്രം. അതവിടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ അപാപിതാവേ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് വളർന്ന് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. 60-100 മേനി വിളവ് തരുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്ന ദൈവമായ കർത്താവേ സ്തോത്രം. അവിടുത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ, ക്രൂശിനെ മരണം നിർത്തണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടുകൾ സ്തുതിക്കുന്നപ്പ യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമീൻ. സ്തോത്രം. നാം വായിച്ചത് യഹോവയുടെ ഭുജമേ ഉണരുക, അതൊരു ആഹ്വാനമാണ്. സ്തോത്രം. ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്നുപോലെ ഉണരുക. എന്നിട്ട് പറയുകയാണ്, സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ
വഴിയാക്കുകയും. ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ടാണ് ആഴിയുടെ ആഴങ്ങളിൽ വഴി തുറക്കുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, വഴി അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും, ഒരു മകനെങ്കിലും, ഒരു മകളെങ്കിലും ഞങ്ങളെ ശ്രവിക്കുന്നുവെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊള്ളുക. ആഴിയുടെ ആഴങ്ങളിൽ വഴി തുറക്കുന്ന അത്യുന്നതനും സർവശക്തനുമായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെയാണ് നാം ഇന്ന് പിതാവേ എന്ന് വിളിക്കുന്നത്. സ്തോത്രം. വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ദേവസ്ഥാനിൽ ഇരുന്നപ്പോൾ ഈ വിഷയം എനിക്ക് കർത്താവ് തന്നപ്പോൾ തന്നെ സ്തോത്രം, എന്നെ ഒരു വ്യക്തിയെ കർത്താവ് വ്യക്തമായി ദർശിപ്പിച്ച ഒരു സഹോദരനെ, ആ പേരെനിക്ക് വെളിപ്പെടുത്തിയിട്ട് ഞാൻ പേര് പറയുന്നില്ല, കാരണം എൻ്റെ മുന്നിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൂം പ്ലാറ്റ്ഫോമിൽ ആ പേരുള്ള ഒരു സഹോദരനുണ്ട്. ഒരു സംശയം ഉണ്ടാവാൻ പാടില്ലല്ലോ. സ്തോത്രം. ചില സൂചനകൾ ഞാൻ തരാം. ഹല്ലേലൂയ. ആ സൂചനകൾ നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയ സഹോദര, ഇത് സഹോദരന് വേണ്ടിയുള്ള ദൂതാണ്. ഏറ്റെടുത്തുകൊള്ളണം. ഇന്ന് സഹോദരന്റെ വിടുതലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൂത് ഇതാണ്. താൻ ജീവിതത്തിൽ കർത്താവുമായിട്ട് വളരെ പറ്റിച്ചേർന്ന് ജീവിച്ച ഒരു കർത്താവിന്റെ പൈതലാണ്. സ്തോത്രം. എന്നാൽ ജീവിത യാത്രയില് ഒരു പക്ഷേ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലായിരിക്കാം വളരെ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് സ്തോത്രം, താൻ പുറത്ത് പറയുവാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങൾ തനിക്ക് പ്രിയപ്പെട്ടവർ എന്ന് തോന്നിയവരുമായിട്ട് പങ്കുവെക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് എന്നോട് പറഞ്ഞത്. അത് കാരണം ഈ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ, ഹല്ലേലൂയ, ഇനിയും അടുത്ത ചുവട് എങ്ങോട്ട് വയ്ക്കണം? മുൻപിൽ ഒരൊറ്റ ഉത്തരമേ കാണുന്നുള്ളൂ, മരണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ സഹോദര, ഹല്ലേലൂയ, നിനക്ക് മരണമല്ല അതിന്റെ ഉത്തരം. വ്യക്തമായി പറയട്ടെ, നീ മുന്നോട്ട് നോക്കുക, നീ ഉയരത്തിലേക്ക് നോക്കുക, നിനക്ക് തുറന്ന വഴി കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു ദൂത് കർത്താവ് ഏൽപ്പിച്ചതങ്ങ് പറഞ്ഞു കൊള്ളട്ടെ. ഹല്ലേലൂയ. അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഞാൻ എന്തുകൊണ്ട് പേര് പറയുന്നില്ല, ഇത് കേൾക്കുന്ന അനേകർ ഒരു പക്ഷേ ഈ അവസ്ഥയിലായിരിക്കാം. ഹല്ലേലൂയ. ബലം കർത്താവിൽ നിന്ന് ധരിച്ചുകൊള്ളുവാനായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 16-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത്, മുറിച്ച് കളഞ്ഞ അവന്റെ തലമുടി കിളിക്കുവാൻ തുടങ്ങി. സ്തോത്രം. പറഞ്ഞത് ശിംശോനെ കുറിച്ചാ. സ്തോത്രം. അപ്പോൾ ദൂത് മനസ്സിലായല്ലോ, ശിംശോന് പറ്റിയ അബദ്ധം എന്താണ്, എന്ത് പരാജയമാ സംഭവിച്ചത്. എന്നാലോ ഹല്ലേലൂയ, അവനെ കെട്ടിയിട്ടിരിക്കുമ്പോൾ അവൻ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കുവാൻ കഴിയാതെ അവന് മുന്നിൽ മരണം മാത്രം നിൽക്കുമ്പോൾ അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടോ. സ്തോത്രം. ആ പ്രാർത്ഥന പ്രകാരമാണ്, ദൈവമേ ഒരിക്കൽ കൂടെ എനിക്ക് ശക്തി പകരണമേ. സ്തോത്രം. ഈ തലമുടി പിന്നെയും വളരുവാൻ തുടങ്ങി എന്നുള്ളതിൽ വലിയൊരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുക. സ്തോത്രം. ഈ ശിംശോന്റെ ശക്തി മുഴുവൻ അടങ്ങിയിരുന്നത് മുടിക്കകത്ത്, ആ മുടിക്കെട്ടിനകത്താണ് ശക്തി അടങ്ങിയിരുന്നത്. എന്നാൽ അതിന്റെ രഹസ്യം മറ്റുള്ളവർക്ക് ചോർത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ആ മുടി കത്തിരിച്ചു കളഞ്ഞു. സ്തോത്രം. അപ്പോൾ ദൈവശക്തി അവനിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയി എന്ന് അവൻ വിചാരിച്ചു, എന്ന് ശിംശോൻ വിചാരിച്ചു. പ്രിയ സഹോദര, പ്രിയ സഹോദരൻ ഒരു പക്ഷേ വിചാരിച്ചിരിക്കുന്നത്, എന്നിൽ നിന്ന് ദൈവശക്തി വിട്ടുപോയി, കർത്താവിനെ കൈവിട്ടു, ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരു നേരം ഹല്ലേലൂയ, കർത്താവ് നിന്നെ കൈവിട്ടിട്ടില്ല. നമ്മളൊക്കെ ഒരു പക്ഷെ ചിന്തിക്കും, ശിംശോനെ കർത്താവ് കൈവിട്ടുവോന്നില്ല. കർത്താവ് ശിംശോനെ കൈവിട്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവന്റെ മുടി വീണ്ടും കിളിക്കമറാക്കി. അർദ്ധാൽ അവനിൽ ഉണ്ടായിരുന്നതായ ദൈവശക്തിക്ക് താൽക്കാലികമായ ഒരു കുറവ് സംഭവിച്ചുവെങ്കിൽ അത് വീണ്ടും മേൽക്കുമേൽ വർദ്ധിക്കുവാൻ തുടങ്ങി. ഇതിന്റെ അവസാനം എന്ന് എഴുതിയിരിക്കുന്ന അറിയാമോ. സ്തോത്രം. അവന്റെ ജീവകാലത്ത് അവൻ ചെയ്തതിനേക്കാൾ ഇരട്ടി പ്രവൃത്തി അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റെടുത്തുകൊള്ളുക പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ദൂത് ഏറ്റെടുത്തുകൊള്ളുക. നിന്നെ കർത്താവ് കൈവെടിഞ്ഞിട്ടില്ല. നിന്റെ ദൈവശക്തി പൂർണ്ണമായി ചോർന്നു പോയിട്ടില്ല. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നിമിത്തം കുറച്ചു കാലത്തേക്ക് നീ ദൈവത്തിൽ നിന്ന് വിട്ട് അകന്നു കാണും. പക്ഷേ കർത്താവ് നിന്നെ കൈവിട്ടിട്ടില്ല. അങ്ങനെ പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന കർത്താവിനെ അല്ല നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി ദൈവമക്കൾ ഇത് കേട്ടുകൊള്ളട്ടെ. ഞങ്ങളെ കേൾക്കുന്നവർ ഏറ്റെടുത്തുകൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സാവധാനം ഈ ദൂതിലൂടെ മുന്നോട്ട് പോകാം. സമുദ്രത്തെ, വലിയ ആഴിയിലെ വെള്ളത്തെ തന്നെ വറ്റിച്ചു കളയുകയും
വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്ത വലിയ മഹാദൈവം, ആഴിയുടെ ആഴങ്ങളിൽ വഴി തുറക്കുന്ന ദൈവം. നിങ്ങൾ എല്ലാം മറന്നു എന്ന് വരികിലും ഈ വാക്ക്, ഈ തലക്കെട്ട് നിങ്ങൾ മറന്നു പോകരുത്. ആഴിയുടെ ആഴങ്ങളിൽ വഴി തുറക്കുന്ന മഹാദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഇന്റർനെറ്റിലൂടെ ചില പഴയ പത്രങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുവാൻ ഇടയായി. അപ്പോൾ 2014 ഡിസംബർ 8 പബ്ലിഷ് ചെയ്തതായ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രം ഒന്ന് വായിക്കുവാനിടയായി. അതിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു. എന്നെ വളരെ അത് ഉത്സാഹപ്പെടുത്തി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കാൾ ഡ്രൂസ് എന്ന പേരുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ക്രിസ്ത്യനാണ്, ക്രിസ്തീയ വിശ്വാസിയാണ്. സ്തോത്രം. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതായ മാസ്റ്റേഴ്സ് പഠനം കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷവും സമുദ്രശാസ്ത്രവും എന്നുള്ളൊരു വിഷയമാണ്. അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഷ്യൻ സയൻസ്, ഇതാണ് അദ്ദേഹത്തിന്റെ വിഷയം. അപ്പോൾ അദ്ദേഹത്തിന് മാസ്റ്റർ ഡിഗ്രി ലഭിക്കുവാനായിട്ട് ഒരു പ്രബന്ധം തയ്യാറാക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഈ പ്രിയപ്പെട്ടവനെ സ്പർശിച്ച ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ ദൈവം ചെങ്കടലിനെ വിഭജിക്കുന്നതായ ആ ഭാഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരൻ അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 1882 നൈൽ നദിയിലെ തന്നെ ഈറി എന്ന ഒരു തടാകത്തിൽ വലിയ ഒരു കൊടുങ്കാറ്റടിക്കുകയും ആ തടാകത്തിലെ വെള്ളം 2 വശത്തേക്ക് മാറിപ്പോവുകയും ചെയ്തതായ ഒരു ചരിത്ര സംഭവമുണ്ട്. അത് അദ്ദേഹത്തിന് പ്രചോദനം നൽകി. അദ്ദേഹത്തിന് റിസർച്ച് ആരംഭിച്ചു. നോക്കുക, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അങ്ങനെ അദ്ദേഹം വലിയ റിസർച്ച് നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു, ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. അതിനകത്ത് വലിയ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തലുകൾ, വലിയ കാര്യങ്ങൾ നമുക്കൂടെ പഠിക്കുവാനുള്ളതുണ്ട്. സ്തോത്രം. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നാം കേൾക്കുകയും യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടെ ഒക്കെ വിവിധ വീഡിയോകളിലൂടെ കാണുന്ന സ്ഥലമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവയായ ദൈവം വിഭജിച്ചതായ, വെള്ളത്തെ വേർതിരിച്ചതായ സ്ഥലം. അതിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അദ്ദേഹത്തിന്റെ റിസർച്ചിൽ വന്നത്. സ്തോത്രം. ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ വരെ ദൂരമുള്ള ഒരു വഴിയായിരുന്നു അത്. അപ്പോൾ തന്നെ ആ വഴിയുടെ വീതി എന്ന് പറയുന്നത് 5 കിലോമീറ്റർ കുറഞ്ഞത് അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണക്ക് കൂട്ടി കണ്ടുപിടിച്ചതാണ്. എന്ന് വെച്ചാൽ അത്രയും വരുന്ന ആ ഇസ്രായേൽ ജനതതി മുഴുവൻ 5-6 മണിക്കൂർ, അല്ലെ 4-5 മണിക്കൂർ കൊണ്ട് ഇത് കടന്നു പോകണം. അതിനുവേണ്ടിയുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ചെറിയ വഴി ഒരുക്കി അതിലൂടെ അവരിങ്ങനെ നടന്നു പോയി നോക്കിയാ, പക്ഷെ അങ്ങനെ അല്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിന് കണ്ടുപിടുത്തം ഞാനത് സമ്മതിച്ചു. ഇനിയും വെള്ളത്തെ എങ്ങനെ വിഭജിക്കണം? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നൈൽ നദിയിൽ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായതുപോലെ ഒരു അന്തരീക്ഷ പ്രതിഭാസമായിരിക്കാം അന്ന് നടന്നത്. സ്തോത്രം. അവിടെ എനിക്ക് കാൾ ഡ്രൂസിനോടൊരു ചോദ്യം ചോദിക്കുവാനുണ്ട്. പ്രിയ മകനെ, വളരെ പഠിച്ച് ഒരു ശാസ്ത്രജ്ഞനായ അങ്ങ്, ഹല്ലേലൂയ, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സംഭവത്തെ സമ്മതിച്ചു. അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരു അത്ഭുതം നടന്നു എന്ന് സമ്മതിച്ചു. പക്ഷേ അത് ദൈവത്തിന്റെ കരത്താൽ അല്ല നടന്നത് എന്ന് തെളിയിക്കുവാനുള്ള ഒരു വ്യഗ്രതയിൽ താങ്കൾ പരാജയപ്പെട്ടു. കാരണം എനിക്ക് ചോദിക്കുവാനുള്ളത്, ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ വേഗതയിൽ ഒരു കാറ്റടിച്ചാൽ ഈ പറയുന്ന ഞാനൊരു പക്ഷേ പറഞ്ഞു ഇനി നിൽക്കാൻ പറ്റുകയില്ല. ഈ നൈൽ നദിയിൽ അടിച്ച ആ കാറ്റ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ തന്നെ കണക്കൂട്ടിരിക്കുന്നത് 80 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ അടിച്ചു എന്നാണ്. അപ്പോൾ ഓർത്തു നോക്കുക, 40 കിലോമീറ്റർ വേഗതയിൽ അടിച്ച കാറ്റിൽ നിൽക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ 80 കിലോമീറ്ററിന് മുകളിൽ അടിക്കുന്ന കാറ്റിന് മുമ്പിൽ നിൽക്കും? ഓർത്തു നോക്കുക. സ്തോത്രം. വിശുദ്ധ വചനം വ്യക്തമായി പറയുന്നു, ആ കാറ്റ് അന്തരീക്ഷ മർദ്ദത്തിൽ അടിക്കപ്പെട്ട കാറ്റല്ല, അത് യഹോവയുടെ കാറ്റാണ്. കാരണം അത്രയും വലിയ കിഴക്കൻ കാറ്റ് അടിക്കുമ്പോഴും
ഒരു ഇസ്രായേലിൻ പോലും പതറാതെ, അവന്റെ ഒരു കഴുതയോ ഒരു മാടോ പതറിപ്പോകാതെ, ഹല്ലേലൂയ, അവന്റെ ഒരു വാഹനം തെറ്റിപ്പോകാതെ, അവനൊരു ചുവട് പതറാതെ ആ ജനം മുഴുവൻ, ഹല്ലേലൂയ, ആ ചെങ്കടൽ കടന്ന് അക്കരയ്ക്ക് കടന്നു. വളരെ വ്യക്തമാണ്. അപ്പോൾ അടിച്ചിരിക്കുന്നത് പ്രിയ കാൾ ഡ്രൂസ് തെളിയിച്ചിരിക്കുന്നതായ അന്തരീക്ഷത്തിലെ കാറ്റല്ല, പിന്നെയോ അത്യുന്നതനായ ദൈവമായ യഹോവ തന്നെ വിളിച്ച് കരഞ്ഞ ജനത്തെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാനായിട്ട്, ഹല്ലേലൂയ, സ്വർഗത്തിൽ നടിച്ച ദൈവത്തിന്റെ കാറ്റാണ്. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഒന്ന്, ഞാൻ കുറച്ചു മുമ്പ് ഇരുന്ന് ഇക്കാര്യം ധ്യാനിച്ചപ്പോൾ കർത്താവിനെ എനിക്ക് തന്ന ഒരു ചിന്ത, 1 രാജാക്കന്മാർ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, അവിടെ നമുക്ക് ഏലിയ പ്രവാചകനെ കാണുവാൻ സാധിക്കും. ഏലിയ പ്രവാചകൻ ഓടി ഒരു ഗുഹയിൽ അഭയം തേടുന്നു. ആ ഗുഹയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിക്കുന്നു. എന്നിട്ട് ഏലിയ പ്രവാചകനോട് പറയുകയാണ്, നീ പുറത്തിറങ്ങി വാ. പുറത്തിറങ്ങി വന്നിട്ട്, സ്തോത്രം, നീ ഗുഹയുടെ മുകളിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഏലിയ പ്രവാചകൻ നോക്കിയപ്പോൾ ഒരു ഭയങ്കരമായ കാറ്റ് അവിടെ അടിച്ചു. ആ കാറ്റിനൊരു പ്രത്യേകത ദൈവമക്കൾ വായിക്കണം. അത് പാറയെ പിളർന്ന് പർവ്വതങ്ങളെ തകർക്കുന്ന കാറ്റായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ആ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. അത് യഹോവയുടെ കാറ്റല്ലായിരുന്നു. പ്രവാചകൻ കണ്ട കാറ്റ് യഹോവയുടെ കാറ്റായിരുന്നില്ല. അതിനുശേഷം ഭൂകമ്പമുണ്ടായി, അതിൽ യഹോവ ഇല്ലായിരുന്നു. ശേഷം തീ ഉണ്ടായി, യഹോവ ഇല്ലായിരുന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞു. കാരണം പ്രവാചകൻ നോക്കുന്നത് ഈ ഭയങ്കരത്വത്തിൽ കാണുന്ന ഭയങ്കരനായ യഹോവയെ അന്വേഷിക്കുന്നത്. പക്ഷേ പ്രിയമക്കളെ പറഞ്ഞു കൊള്ളട്ടെ, പ്രവാചകൻ കേട്ടത് ഒരു മൃദുസ്വരമാണ്. ഹല്ലേലൂയ. ഒരു ദൂത ഏറ്റെടുത്തുകൊള്ളണം. നാം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത് അതിഭയങ്കരമായ വലിയ, ഹല്ലേലൂയ, കോളിളക്കം ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കാം നാം ചിന്തിക്കുന്നത്. ദൈവമക്കളെ, അങ്ങനെയല്ല. നിന്നോട് ആ പ്രശ്നത്തിന് നടുവില് വളരെ മൃദുവായി സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം നിന്റെ പേര് ചൊല്ലി വിളിക്കും. ഹല്ലേലൂയ. തോമസേ, ജോൺസ, ജോളി, ഹല്ലേലൂയ, ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഇന്ന് ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, സാക്ഷികൾ ഒത്തിരിയുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് വചനം ശുശ്രൂഷിക്കണം. ഇന്ന്, സ്തോത്രം, സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു സാക്ഷ്യം, ഞാൻ ഈ നിമിഷം വരെ ആരുമായിട്ടും പങ്കുവയ്ക്കാത്ത, എൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ട് പങ്കുവയ്ക്കാത്ത, എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവയ്ക്കാത്ത ഒരു സാക്ഷ്യം ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം, സ്തോത്രം. എൻ്റെ സാക്ഷ്യം ഞാൻ പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, വീഡിയോ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ പുറത്തു പറയുന്നത്. 2010 ജാനുവരിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനായി, ദൈവ പൈതലായി അബുദാബി ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയും ജീവിതത്തിൽ ഈ ഭാഗത്തേക്ക് ഞാൻ വരില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവനായി ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് 2010 ജാനുവരിയിൽ നാട്ടിൽ ചെല്ലുന്നു. എനിക്ക് ആകെയുള്ള വരുമാനം എനിക്ക് മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന പെൻഷനാണ്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പോയപ്പോൾ കിട്ടിയതാണ്. ഞാൻ 2 വർഷമേ ജോലി ചെയ്തുള്ളൂ. പക്ഷേ കർത്താവ് ഒരു നല്ല പൊസിഷനിലാക്കിയിരുന്നത് കൊണ്ട് കുറച്ച് സമ്പാദ്യമൊക്കെ ആയിട്ട് ഇവിടുന്ന് പോയത്. അതെല്ലാം ബാങ്കിലിട്ട് അങ്ങനെ ആരെയും കൂസാതെ, ആരോടും പോയി ചോദിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങി അങ്ങ് നടക്കുവാൻ തുടങ്ങി. 2010, 2011, 2012 ആയപ്പോഴത്തേക്ക് നാട്ടിൽ സാധനങ്ങൾക്കെല്ലാം വില കൂടി. എല്ലാത്തിനും ഇരട്ടിയും 3 ഇരട്ടിയും വിലയായി. എൻ്റെ കാലിടറുവാൻ തുടങ്ങി. സ്തോത്രം. ആരോട് ചോദിക്കും, ആരോട് പറയും? എല്ലാവരുടെയും മുമ്പാകെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന 2 കാറും 2 സ്കൂട്ടറും വീട്ടിലെല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മനുഷ്യൻ ആരുടെ അടുത്ത് പോയി കൈനീട്ടും? വീട്ടുകാർ തള്ളിക്കളഞ്ഞിരിക്കുക. കാരണം രക്ഷിക്കപ്പെട്ടത് കാരണം വീട്ടുകാരും നാട്ടുകാരും തള്ളിക്കളഞ്ഞു. ആരുടെ മുമ്പിൽ പോയി കൈനീട്ടും? എൻ്റെ വഴിയെല്ലാം അടഞ്ഞിരുന്നതായിട്ട് എനിക്ക് ബോധ്യമായി. പക്ഷെ ഞാനത് പുറമേ കാണിച്ചില്ല. കർത്താവിനോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, കർത്താവേ, ഞാൻ തീരുമാനിച്ചിരിക്കുക, ഇനിയും ജോലിക്കായിട്ട് ഞാൻ പോവുകയില്ല, അതുകൊണ്ട് എനിക്ക് വഴി തുറക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.
ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവെ വഴി തുറക്കണേ. ആരും കേൾക്കുകയില്ല, എൻ്റെ കൂടെ കിടക്കുന്നവർ കേൾക്കുകയില്ല. വഴി തുറക്കണമേ. കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, സ്തോത്രം, അവരെ ഒരു സ്ഥാനത്തെത്തിക്കണം. ഈ ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരും. കർത്താവേ, ഞാൻ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാണ്, ഇനിയും പിന്നോട്ടില്ല, എനിക്ക് നീ വഴി തുറക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു രാത്രിയിൽ ഉറങ്ങി വെളുപ്പിനെ ഏകദേശം ഉണർന്ന് കിടക്കുമ്പോൾ നല്ല ബോധമുണ്ട്, ചുറ്റുപാടും കേൾക്കാം. ഞാനൊരു ദർശനം കാണുകയാണ്. ഹല്ലേലൂയ. എനിക്കത് പൂർണ്ണമായിട്ട് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള വാക്ചാതുര്യം എനിക്കില്ല, അതിനുള്ള പാണ്ഡിത്യമില്ല. എന്നാലും ആവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളുടെ ആത്മീയ ബലത്തിനായിട്ട്, നിങ്ങളുടെ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ ആ സാക്ഷ്യം പറയാം. ആവുന്ന ഭാഷയിൽ പറയാം. ഞാൻ കാണുന്നത് വളരെ ഉയരമുള്ള ഒരു കുന്നാണ്, ഒരു മലയാണ്. ഞാൻ ആ മലയുടെ അടിവാരത്ത് നിൽക്കുകയാണ്. ആ മലയുടെ മുകളിൽ ഒരു പച്ച കുരിശ്, വലിയൊരു കുരിശ്. ആ കുരിശിൽ ഒരു യുവാവിനെ തറച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് വളരെ വ്യക്തമായി കാണാം. നട്ടുച്ചയ്ക്ക് എന്നതുപോലെ എന്റെ കൺമുമ്പിൽ എനിക്ക് കാണാം. ദേഹമാസകലം വിണ്ട് കീറി പറഞ്ഞിരിക്കുകയാണ്. ശരീരം രക്തത്താൽ പൊതിഞ്ഞിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയമായി, ഭയങ്കരം. സ്തോത്രം, ഹല്ലേലൂയ. ശരീരമാസകളെന്നും തുള്ളി തുള്ളിയായിട്ട് ചോരയിട്ടിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം തളർന്നു കിടക്കുകയല്ല, അദ്ദേഹം ഈ കുരിശിന്റെ മേൽ ഭയങ്കരമായ ശക്തി ചെലുത്തി ഇങ്ങനെ തിരിക്കുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ആ കുരിശിന്റെ അടിയിൽ ഒരു വലിയ മൃഗം, ഒരു മുതല പോലെ വാലിട്ടടിക്കുന്നതായ ഒരു വലിയ ജന്തു എന്നെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കുരിശ് അതിന്റെ തലയിൽ ഈ കിടക്കുന്ന യുവാവ് ആഴ്ത്തിയിറക്കുവാൻ ശ്രമിക്കുക ശക്തിയോടുകൂടി. ഹല്ലേലൂയ. അതിൽ തന്നെ ആ ശ്രദ്ധ. ചുറ്റുപാട് ശ്രദ്ധിക്കുന്നില്ല, തന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതിന്റെ വാല് എന്ന് പറയുന്ന ഒരു പെരുമ്പാമ്പ് പോലെയാണ്. അതിന്റെ വാലിന്റെ തലയിൽ, അതിന്റെ വാലിന്റെ അറ്റത്ത് ഒരു പാമ്പിന്റെ വലിയ തലയുണ്ട്. അതിങ്ങനെ കൊത്താനായിട്ട് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ വാലിട്ട് അടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഞാൻ ഭയന്നുപോയി, എന്നാലും നോക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. സ്തോത്രം, ഹല്ലേലൂയ. ഈ കുരിശിൽ കിടന്നവൻ ഒന്ന് വിശ്രമിച്ചിട്ട് എന്നെ നോക്കി. ഞാൻ നോക്കുമ്പോൾ ഒരു കണ്ണ് തുറക്കാൻ സാധിക്കുന്നില്ല, ചോരയാണ്. രണ്ടാമത്തെ കണ്ണ് പകുതി തുറന്നു, അതും നിറയെ ചോരയാണ്. എന്നിട്ട് തിളക്കമാർന്ന ആ കൃഷ്ണമണി കൊണ്ട് എന്നെ നേരെ ഇങ്ങനെ നോക്കി. സ്തോത്രം. എന്നിട്ടൊന്ന് ചിരിച്ചു. ഞാൻ ആ പല്ല് കണ്ടു, പല്ലിലൂടെ ചോരത്തുള്ളി ഒഴുകുകയാണ്. ഹല്ലേലൂയ. ആ ചിരിയിൽ എൻ്റെ ഭയമെല്ലാം പോയി. എന്നോട് ഏതോ ഒരു ഭാഷയിൽ പറഞ്ഞു, മലയാളമല്ല. ഞാൻ ദൂരെ നിന്ന് കേൾക്കുകയും എന്നോട് പറഞ്ഞു, ശാന്തമായിട്ട് ഇതുപോലെ മൃദുസ്വരത്തിൽ പറഞ്ഞു, മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് ഒരു കഴുകന്റെ വലിയ 2 ചിറക് തരികയാണ്. സ്തോത്രം. എന്നിട്ട് പെട്ടെന്ന് ആ ദൃശ്യം അങ്ങ് മറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഇരുന്ന് ശുശ്രൂഷിക്കുന്നത് അബുദാബിയുടെ മണ്ണിലാണ്. ഞാൻ എവിടം ഉപേക്ഷിച്ച് പോയോ അവിടെയാണ് ശുശ്രൂഷിക്കുന്നത്. ഒരു നയാ പൈസ ചെലവില്ലാതെ ഞാനിവിടെ വന്നു, കർത്താവിനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പോയി. അമേരിക്കയിൽ പോയി. എന്നോട് ദേവദാസൻ പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് പ്രസംഗിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ഏറ്റവും ഒരു വിധത്തിലും ഞാൻ അംഗീകരിക്കാത്ത, ഇഷ്ടമില്ലാത്ത സ്ഥലം അമേരിക്ക. അതേക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നതൊക്കെ വലിയ തെറ്റുകളാണ്. സ്തോത്രം. എനിക്കവിടെ പോകേണ്ട. പക്ഷേ 2 പ്രാവശ്യം കൊണ്ടുപോയി. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഞാൻ പോയത് സാത്താന്റെ സ്ഥലത്താണ്. സ്തോത്രം, സിയാറ്റിൽ. അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ വിചാരിച്ചു ആ ദേവദാസൻ പറഞ്ഞ വെറുതെ നടക്കുകയില്ല. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരു നയാ പൈസ ചെലവില്ലാതെ എന്നെ വീണ്ടും ദൈവം അമേരിക്കയിൽ കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് ആവശ്യത്തിന് സമയം തന്നു. ഞാൻ ഉറപ്പിച്ചു, ഇത് തന്നെ ആ ദൂത്, കർത്താവ് തന്ന ദൂത്. നേരെ വാഷിംഗ്ടണിലേക്ക് പിടിച്ചു, വൈറ്റ് ഹൗസിലേക്ക് പോയി. അതിന് മുമ്പിൽ നിന്ന് ലോകത്തോടെ സാക്ഷ്യം പ്രസ്താവിച്ചു. എന്നെ അവിടുത്തെ സീക്രട്ട് പോലീസ് അതിൽ നിന്ന് പിന്മാറ്റം വരെയും അത് ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞത്, ഞാനെന്ന് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എനിക്കൊരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും എന്നെ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്തോത്രം, മൃദുസ്വരത്തിൽ നിന്റെ പേര് വിളിക്കുന്ന,
പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നീ ഭയക്കേണ്ട, ഭ്രമിക്കേണ്ട. നിന്റെ ദൈവം ഞാനാകുന്നു. ഞാൻ നിനക്ക് ആഴിയുടെ ആഴങ്ങളിൽ വഴിയൊരുക്കുന്ന ദൈവം തന്നെ എന്ന് നമ്മോട് മന്ത്രിക്കുന്ന, നമ്മോട് കുശുകുശുക്കുന്ന, നമ്മോട് മൃദുവായി സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. സ്തോത്രം. ഞാൻ ഈ ആഴത്തിൽ കിടന്ന് വിളിക്കുന്ന ആ അയ്യംവിളി, അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ദേവദാസനെ ഓർമ്മ വന്നു. സ്തോത്രം. നമുക്കൊക്കെ ആ ദേവദാസനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം അത്ര ഗൗരവമായി തോന്നുകയില്ല. കാരണം കർത്താവ് വിളിച്ച വിളിക്ക് എതിരായിട്ട് ഓടിയ ഒരു ദേവദാസനാണ്. ആരെന്നറിയാമോ? യോനാ പ്രവാചകൻ. ഹല്ലേലൂയ. അക്കാലത്തെ ഏറ്റവും ശക്തിയോടെ, ഏറ്റവും ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദേശത്ത് പ്രവചനം നടത്തിയ ദേവദാസൻ, പ്രവാചകൻ. പക്ഷേ ഒരു വേളയിൽ തന്നെ ഒരു ദൗത്യം കർത്താവ് ഏൽപ്പിക്കുകയും എന്നാൽ തൻ്റെ മേലുള്ള പ്രവചന അധികാരത്തോടുകൂടി വരുവാനുള്ളത് മുന്നമേ കാണുകയും ചെയ്തത് കാരണം ഒരു സാധാരണ മനുഷ്യനായ പ്രവാചകൻ ഒന്ന് പതറി, ആ വഴിയിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു. ഞാൻ ഈ പറയുന്ന ശ്രദ്ധിച്ചോണം. ഇതുപോലെ ദൈവം ഒരിക്കൽ വിളിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്നിട്ട് സ്വയബുദ്ധിയാൽ തിരിഞ്ഞുപോയി പ്രയാസത്തിലായ ഒരു വ്യക്തിയെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ സ്തോത്രം, ഇത് നിങ്ങൾക്കുള്ള ദൂത. സ്തോത്രം. യോനാ പ്രവാചകന്റെ ബാക്കി നടന്ന സംഭവങ്ങളെല്ലാം ദൈവമക്കൾക്ക് അറിയാം. എന്നാൽ എന്നെ ഇന്ന് പകലിൽ സ്പർശിച്ച അദ്ദേഹത്തിൻ്റെ 3 പ്രാർത്ഥനകൾ ഞാൻ ദൈവ മക്കളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന ഒന്ന് വായിക്കാമോ? യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നിർത്തി ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം, സ്തോത്രം, ഇത് പ്രാർത്ഥിക്കുമ്പോൾ യോനാ പ്രവാചകന്റെ അവസ്ഥ നമ്മളൊന്ന് ഓർത്തു നോക്കണം. സ്തോത്രം. താനൊരു അബദ്ധം കാണിച്ചു പോയി, പക്ഷേ വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു, തൻ്റെ തെറ്റ് സമ്മതിച്ചു. ആ തെറ്റ് സമ്മതിച്ച നിമിഷം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് തള്ളി, തൻ്റെ ജീവന് ഹാനി വരാതെ ദൈവത്തിന്റെ മഹാഭുജം ഒരു കടലാനയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. നമ്മൾ കുറുവാക്യത്തിൽ വായിച്ചല്ലോ ദൈവത്തിന്റെ ഭുജം എന്നുള്ളത്. മറക്കരുത്, അതിൽ പിടിച്ചോണം കാര്യം. ദൈവത്തിന്റെ ഭുജമാണ് നമ്മെ വിടുവിക്കുന്നത്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷിക്കുന്ന ഞാനോ സഭയുടെ ദൈവദാസനോ അല്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല നമ്മെ വിടുവിക്കുന്നത്. നമ്മെ വിടുവിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ മഹാഭുജമാണ്. യെശയ്യാ 63:12 പറയുന്നത് പോലെ ആ മഹാഭുജമാണ് മോശയുടെ വലം കൈയോട് ചേർന്ന് വരുമാറാക്കി. മോശ കൈനീട്ടി ആഴിയെ പിളർത്തിയത് മോശയല്ല, ആഴിയെ പിളർത്തിയത് അഹറോനല്ല, ആഴിയെ പിളർത്തിയത് യഹോവയുടെ മഹാഭുജം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹാഭുജം ഒരു തിമിംഗലമായി, ഒരു കടലാനയായിട്ട് വന്നിട്ട് യഹോവ എപ്രകാരം തന്റെ ദാസനെ കരങ്ങളിൽ വഹിക്കുമോ അതുപോലെ ആ തിമിംഗലം ഈ ദൈവദാസനെ തന്റെ ഉദരത്തിൽ വഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദോഷവും സംഭവിക്കാതെ ആവശ്യത്തിന് പ്രാണവായു കൊടുത്തുകൊണ്ട്, തലവെച്ചുറങ്ങുവാൻ തലയണയായി കടൽ പുല്ല് കൊടുത്തുകൊണ്ട് 3 ദിവസം തന്റെ ഉദരത്തിൽ വഹിച്ച് ആഴിയുടെ ആഴത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതാണ് യോനാ പ്രവാചകന് വേണ്ടി ദൈവമായ കർത്താവ് ആഴിയുടെ ആഴങ്ങളിൽ തുറന്നതായ പെരുവഴി. ഇസ്രായേൽ മക്കൾക്ക് ഉണങ്ങിയ വഴിയായിരുന്നുവെങ്കിൽ, സ്തോത്രം, യോനാ പ്രവാചകന് അത് കടൽ പുല്ല് വിതച്ച മെത്തയുള്ള വഴിയായിരുന്നു എന്ന് ഞാൻ പറയും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടോ മൂന്നാം ദിവസം സുരക്ഷിതമായിട്ട് യോനാ പ്രവാചകനെ കരയ്ക്ക് ഛർദ്ദിക്കുകയാണ്. യോനാ പ്രവാചകന്റെ കൂട്ട് കഷ്ടത്തിലായ ഒരു വ്യക്തിയെങ്കിലും ഈ ദൂത് കേട്ടെങ്കിൽ ഏറ്റെടുത്തുകൊള്ളുക. ഇത് വിടുതലാണ്, ഈ ദൂത് വിടുതലാണ്, കർത്താവിന്റെ വചനം വിടുതലാണ്. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. കാരണം എന്താണ്? ഹല്ലേലൂയ. യോനാ പ്രവാചകൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഓടി അകലുവാൻ ശ്രമിച്ചു. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ കർത്താവിന്റെ ദൃഷ്ടിയിലില്ല എന്ന്. പക്ഷെ തെറ്റി. യോനാ പ്രവാചകന്റെ ഉള്ളിലെ കരച്ചിലാ പുറത്ത് പറയുന്നത്. ഹല്ലേലൂയ. യോനാ പ്രവാചകന്റെ വിചാരമായി പുറത്ത് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് യോനാ പ്രവാചകൻ. പറയുകയാണ്, ഞാൻ യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന് ഹല്ലേലൂയ എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദൃഷ്ടിയിൽ നിന്ന് നാം എത്ര ഓടിയാകലെന്നാലും, നാം എത്ര ദൂരേക്കോടിയാലും, നമ്മൾ എത്ര സ്പ്രിന്റ് അടിച്ചാലും കർത്താവിന്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് നീക്കം വരികയില്ല. നാം കർത്താവിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോവുകയില്ല. കർത്താവിന്റെ ദൃഷ്ടിയിൽ തന്നെ ഈ ദേവദാസൻ ഇരുന്നത് കൊണ്ടാണ് തക്ക സമയത്ത് കടലാനയെ വിട്ട് അതിനോട് കൽപ്പിച്ചിട്ട് യോനാ പ്രവാചകനെ വിഴുങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന കേട്ടോ നോക്കിക്കേ. എന്താ പറഞ്ഞത്? ഞാൻ മന്ദിരത്തിലേക്ക് നോക്കാം. പ്രത്യാശ നോക്കിക്കേ. താൻ ഇത്രയും വലിയ മഹാഗർത്തത്തിലേക്ക് വീഴുമ്പോഴും യോനാ പ്രവാചകന്റെ ആ ക്വാളിറ്റി നോക്കിക്കേ. കർത്താവിൽ നിന്ന് പിടിപെടുന്നില്ല. കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ചിന്ത. കർത്താവിന്റെ മന്ദിരത്തിലേക്കാണ് നോട്ടം. യഹോവയുടെ സമൂഹത്തേക്കാണ് നോട്ടം. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ഒരു നാളും ലജ്ജിച്ചു പോയില്ല. അവരുടെ മുഖം പ്രകാശിതമായി. ഇത് യോനാ പ്രവാചകന് നല്ലതുപോലെ അറിയാം. ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇതറിയാമെങ്കിൽ, നമ്മൾക്ക് ഇതുപോലെ പ്രയാസമുണ്ടാകുമ്പോൾ, നമ്മൾ ആഴിയുടെ ആഴങ്ങളിലേക്ക് താഴുമ്പോൾ നാം എന്ത് ചെയ്യണം? യഹോവയുടെ സമൂഹത്തേക്ക് നോക്കണം. അവന്റെ മുഖത്തേക്ക് നോക്കി അവങ്കിൽ നിന്ന് നാം പ്രകാശിതരായാൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ചുവട് എവിടെ വെക്കണമെന്ന് ആ നിമിഷം നിനക്ക് മനസ്സിലാകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നോട്ട് പോകാം. അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്തോത്രം. പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. സ്തോത്രം. 6-ാമത്തെയോട് വായിച്ചാട്ടെ. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റി. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. വീണ്ടും തന്റെ കരച്ചിലാണ്, ആ രോദനം പുറത്തു വരികയാണ്, പ്രയാസം പുറത്തു വരിക, തന്റെ പ്രാർത്ഥന പുറത്തു വരികയാണ്. എനിക്കിനി ഉയരാൻ കഴിയാത്ത വിധത്തിൽ, സ്തോത്രം, എനിക്കിനി ഒരു ജീവിതം മുന്നോട്ടില്ലാത്ത വിധത്തിൽ, സ്തോത്രം, എന്നെ ഈ ആഴി അടച്ചിരിക്കുകയാണ്. ഞാൻ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഏതാനും നിമിഷങ്ങൾക്ക് ഒരു പക്ഷേ ദഹിച്ച് അതിന്റെ ശരീരത്തോട് ചേർന്നേക്കാം. സ്തോത്രം. എന്നാലും തന്റെ പ്രത്യാശ കൈവിടാതെ മാനുഷികമായ ചിന്തകൾ തന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോഴും, അവയെ തന്റെ വായിലൂടെ പ്രസ്താവിക്കുമ്പോഴും തന്റെ ആത്മാവിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. കയറ്റുമെന്നല്ല പറഞ്ഞത്, നീ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. കാരണമാ ഹല്ലേലൂയ, ഭയങ്കരമായ കോളിളക്കമുള്ളതായ ആ സമുദ്രത്തിലേക്ക് എന്നെ ഇട്ടു. ഞാൻ അതിൽ മുങ്ങി തീർന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ എൻ്റെ പൊന്ന് കരങ്ങളിൽ എന്നെ വഹിച്ചു. ഇപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുന്നു. എൻ്റെ പ്രാണന് ഹാനി വരാതെ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏറ്റെടുത്തു കൊള്ളുക. നിങ്ങളുടെ പ്രാണന് ഹാനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റുകളുള്ളത്. സ്തോത്രം. നിങ്ങളെ നേരോടെ പണിയുവാനായിട്ട്, കർത്താവുമായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് ചേർക്കുവാനായിട്ട്, കർത്താവിൻ്റെ മഹാത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള വെളിപ്പെടുത്തുവാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ചെങ്കടലിനെ വിഭജിക്കുന്ന ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്,
കൊണ്ട് ഞാൻ എത്ര മഹോന്നതനായ യഹോവയെന്ന് മുഴു ലോകവും അറിയണം, ഫറവോ അറിയണം, മിസ്രയീമ്യർ അറിയണം, അതിനാലാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. തന്റെ നാമത്തിന് ശാശ്വതമായ മഹത്വം ഉണ്ടാകേണ്ടതിന് താൻ അത് ചെയ്തു. സ്തോത്രം. ആ പ്രവൃത്തിയിൽ ആരാണ് രക്ഷിക്കപ്പെട്ടത്? ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെട്ടു, തന്റെ മക്കൾ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. തന്റെ മഹത്വമുള്ള ആ പ്രവൃത്തിയിൽ അവരുണ്ടായിരുന്നത് കൊണ്ട്, സ്തോത്രം, അവർ അതിൽ ഭാഗഭാക്കായിരുന്നത് കൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടു. പ്രിയ ദൈവമകനെ, പ്രിയ ദൈവമകളെ, നീ കർത്താവിന്റെ രക്ഷയിൽ ഭാഗഭാക്കാന്നോ? സ്തോത്രം. നീ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പെട്ടിരിക്കുന്ന, അതിൽ ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിനക്ക് കരയുവാൻ ആവശ്യമില്ല. ദൈവത്തിന്റെ മഹത്വം നിന്മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് അവൻ നിന്നെ വിടുവിക്കും എന്നല്ല, അവൻ നിന്നെ വിടുവിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ വിടുതലാണ്. ഇന്ന് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിടുതൽ ലോകമാകെ നടന്നുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അമ്മമാർ, അപ്പന്മാർ ആ വിടുതൽ അനുഭവിക്കാൻ പോകുക. എനിക്കിത് ഉറപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കുടുംബം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവരും ഇന്ന് ശുശ്രൂഷയിൽ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വേഗം കർത്താവ് എന്നെ നയിച്ച ഒരു ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. നാം ഇത്രയും നേരം കേട്ടതും ശുശ്രൂഷിച്ചതും പഴയ നിയമമാണ്. സ്തോത്രം. പഴയ നിയമത്തിലെ ഈ സംഭവങ്ങൾ, ഈ അത്ഭുതങ്ങൾ, അവർക്ക് ലഭിച്ചതായ ആ രക്ഷ ഒക്കെ ഭൗതികമായിരുന്നു. അവരുടെ ഭൗതികമായ ജീവൻ രക്ഷിക്കപ്പെട്ടു. അവരുടെ ഭൗതികമായ ശരീരം ആ ആഴിയുടെ ആഴത്തിലൂടെ, ഉണങ്ങിയ നിലത്തിലൂടെ നടന്ന് അവർ ഇക്കരയെത്തി. ഇസ്രായേൽ മക്കൾ വീണ്ടെടുക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സംഗതി മാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമത്തില് മിസ്രയീം എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മക്കളാണ്, മനുഷ്യരാണ്. സ്തോത്രം. കർത്താവിന്റെ ഈ മഹാത്ഭുതം എന്ന് പറയുന്നത് തന്റെ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി അർപ്പിച്ച ആ മഹാ അത്ഭുതമാണ്. സ്തോത്രം. ചെങ്കടൽ എന്ന് പറയുന്നത് ആ കുരിശാണ്. ആ കുരിശിനെ വിഭജിച്ചുകൊണ്ടാണ്, ഹല്ലേലൂയ, നമ്മെ, അതിൽ വിശ്വസിക്കുന്ന നമ്മെ, ആ കുരിശിൽ കിടന്നുകൊണ്ട് പിശാചിന്റെ തലയെ തകർത്തുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മെ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നമ്മെ ഉണങ്ങിയ നിലത്തുകൂടി കടക്കുമാറാക്കുന്നത്. എവിടേക്ക്? സ്വർഗീയ സിയോനിലേക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഭൗതികമായ വിടുതലിന് വേണ്ടിയല്ല നാം ദൈവത്തോടൊപ്പോൾ നിലവിളിക്കുന്നത്, ആത്മീകമായ വിടുതലിന് വേണ്ടി. ഹല്ലേലൂയ. ചെങ്കടൽ കടന്ന മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ജീവൻ 40 വർഷത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, പ്രിയ ദൈവമകളെ, ഈ രക്ഷാകര പദ്ധതിയിലൂടെ നിന്നെ പുറപ്പെടുവിച്ച് കർത്താവിനെ സ്വർഗീയ കനാനിലെത്തിക്കുമ്പോൾ നീ നേടുവാൻ പോകുന്നത് 10 വർഷത്തെയോ 40 വർഷത്തെയോ ജീവനല്ല, നിത്യജീവനാണ്. 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 ഒരിക്കലും നശിച്ചു പോകാത്തതായ നിത്യജീവൻ. ആ ജീവനിൽ നാം എവിടെയായിരിക്കും? നാം ദൈവത്തോടൊത്ത് വാഴുന്നവരായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. ഇത് ലാസറിനെ ഉയർപ്പിച്ച അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കർത്താവ് അവിടെ പറഞ്ഞ ഒരു വാക്യം ലോകം മുഴുവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പോലും കേൾക്കാത്ത വ്യക്തികൾക്ക് അത് അറിയാൻ കാണാപ്പാടമാണ്. എന്താണ്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരം എന്ത് സംഭവിക്കുന്നു? ഞാൻ മുഖാന്തരം ലോകം പിതാവിന്റെ സന്നിധിയിലെത്തുന്നു. യേശു ക്രിസ്തുവായ വഴിയിലൂടെ നീ നടക്കുവാൻ നിന്നെ തന്നെ ഈ രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ,
ഹല്ലേലൂയ. ദൈവകൃപ നിന്റെ ഇടത്തും വലത്തും ഭിത്തി പോലെ നിന്നുകൊണ്ട് നിന്നെ ആ വഴിയിലൂടെ നടത്തിയിട്ട് നീ എത്തിച്ചേരുന്ന ഒരു തീരമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കുഞ്ഞാടിനോട് കൂടെ വാഴുവാൻ, നിത്യമായി വാഴുവാൻ. അതിനാലാണല്ലോ ഹെബ്രായ ലേഖകൻ ഇപ്രകാരം എഴുതിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, 10-ാമത്തെ അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഹല്ലേലൂയ. ഉണങ്ങി വരണ്ട നിലമല്ല അത് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾക്കുള്ളത്, പുതിയ നിയമത്തിലെ ദൈവമക്കൾക്കുള്ളത്. സ്തോത്രം. ജീവനുള്ള പുതുവഴിയാണ്. ഹല്ലേലൂയ. ആ വഴിയുടെ ഇരുവശവും വൃക്ഷങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, ആത്മീയമായ ഫലങ്ങൾ തരുന്നതായ ആത്മീയ വൃക്ഷങ്ങൾ, കൃപാവരങ്ങളുണ്ട്. സ്തോത്രം. ആ കൃപാവരങ്ങൾക്ക് ഫലങ്ങളുണ്ട്. അവയൊക്കെ ആവോളം ഭക്ഷിച്ച് നമ്മുടെ ആത്മാവിന് തൃപ്തി വരുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 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 സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലിന്റെ ആഴത്തിൽ വഴിയൊരുക്കിയ ദൈവം, യോന പ്രവാചകന് ആഴിയുടെ ആഴത്തിൽ വഴിയൊരുക്കിയ ദൈവം, ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് കടക്കുന്നതിന് മുൻപ് യോർദാൻ നദിയുടെ ആഴങ്ങളെ വറ്റിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഉണങ്ങിയ നിലത്തുകൂടി അവരെ നടത്തുമാറാക്കിയ അതേ ദൈവം പ്രിയമകനെ, മകളെ, നിന്റെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ്. അവൻ നിന്നെ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഏറ്റെടുത്തുകൊള്ളുക. അത് മാത്രം പോരാ, അടുത്ത വഴി നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടാണ് നമ്മുടെ കർത്താവ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. ആ വഴിയെക്കുറിച്ചാണ് നാം കേട്ട 2 കാര്യങ്ങൾ. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ കിടക്കുന്നവൻ പിതാവിന്റെ അടുക്കൽ ചെല്ലും, എന്നിൽ കൂടെ കിടക്കാത്ത ഒരുവനും പിതാവിന്റെ അടുത്ത് സ്വർഗീയ കനാലിൽ എത്തുവാൻ സാധിക്കുകയില്ല, സ്വർഗത്തിലെത്തുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ സ്വന്തം പ്രവൃത്തിയാല്, നേർച്ച കാഴ്ചയാല്, ഹല്ലേലൂയ, സമർപ്പണമില്ലാത്ത പ്രാർത്ഥനയാല് നിങ്ങൾക്ക് സ്വയമേ നടന്നു ചെല്ലുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റ്. നിങ്ങൾ നടന്നു ചെല്ലുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും. എന്നാലോ കർത്താവിന്റെ വാക്ക് കേട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, പുത്രനിൽ വിശ്വസിച്ച് ഇന്ന് നിങ്ങൾ നടക്കുവാൻ തയ്യാറാകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാൽ ഇടറുകയില്ല. നിങ്ങളെ കാക്കുന്നവർ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ സഹായം സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കും. നിശ്ചയം, നിശ്ചയം, നിശ്ചയം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ദൂതുകൾ പറയണമെന്നുണ്ട്, പക്ഷേ സമയം മുന്നോട്ട് പോവുകയാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത്, സ്തോത്രം, ഇന്ന് ഹല്ലേലൂയ കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഏൽപ്പിച്ചത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയ ദേവദാസ, ഇത്രയും സമയം നമുക്ക് ഒരുമിച്ച് ഒരാത്മാവിൽ നിറഞ്ഞ് ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുവാൻ ഇടതന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. 2016-17 കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടോ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ചിന്ത വന്നിരുന്നു. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട്, എൻ്റെ മകൻ ഇപ്പോൾ ലൈനിലുണ്ട്, അൽവിൻ വർഗീസ്, എൻ്റെ മകളും പ്രിയ ഭാര്യയും കൂടെയുണ്ട്, ആലീസ് വർഗീസ്. നിങ്ങൾക്ക് അവരെ കാണാം. സ്തോത്രം. ഞാൻ അവരോട് പറയുകയായിരുന്നു, 2016-2017 കാലത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ചിന്ത വരികയാണ്. ഞാനിവിടെ വന്നതേ ഉള്ളൂ, പക്ഷെ ഒരു വലിയ ചിന്ത വരികയാണ്. ഫിജിറ എന്ന സ്ഥലത്ത് പോകുന്നതും, അന്ന് എനിക്ക് അവിടെ ഒന്നും അറിയില്ല, ഇപ്പോഴത് കേട്ട് വരുന്നു. ഫിജിറ എന്ന സ്ഥലത്ത് പോകുന്നതും അവിടെ ഒരു ദൈവസഭയിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ദൈവദാസനെ കർത്താവ് 10 മടങ്ങായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്ക് ഈ ഒരു അവസരം തന്നതിനായിട്ട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ആ 2016-2017 കർത്താവിൻ്റെ ഉള്ളിൽ തന്നതായ ആ ആലോചന, സ്തോത്രം, എനിക്ക് തോന്നുകയാണ് അന്ന് എൻ്റെ ഉള്ളിലൂടെ കടന്നു വന്ന ദൂതുകളായിരിക്കാം കർത്താവിനെ വീണ്ടും ഓർമ്മിപ്പിച്ച് ഇന്ന് ദൈവസഭയുമായിട്ട് പങ്കുവെക്കാനിടയാക്കിയ. സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഞങ്ങളുടെ ഒരു ശുശ്രൂഷയുണ്ട്, ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ്.
ഹല്ലേലൂയ. ഹൃദയത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക. ഹൃദയത്തിൽ മുറിവേറ്റ് ദൈവ സന്നിധിയിൽ നിന്ന് വേർപെട്ടു പോയവരെ കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ കൃപയിലേക്ക് മടക്കിക്കൊണ്ടുവരിക. നിങ്ങളെല്ലാം പ്രിയപ്പെട്ടവർ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രയാസമുള്ള ഒരു ശുശ്രൂഷയാണ്. കർത്താവ് അതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആ ശുശ്രൂഷയോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഉറപ്പ് തരുന്നു, ഇന്ന് ഞങ്ങളുടെ ഈ ശുശ്രൂഷ ശ്രവിച്ച, ഈ വചനം കേട്ട, ഈ ദൂത് കേട്ട പ്രിയ മകനെ, പ്രിയ മകളെ, അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ നിങ്ങൾ നിലം കാണുന്നില്ല എങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യുക, നേരെ തിരിയുക അത്യുന്നതനായ ദൈവത്തിലേക്ക്, യേശു ക്രിസ്തുവിലേക്ക്, പരിശുദ്ധാത്മാ ദൈവത്തിലേക്ക് തിരിയുക. ഇന്ന് നിങ്ങളുടെ വിടുതലാണ്, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കി തന്ന സഭയോടും ഭാരവാഹികളോടും പ്രിയ കർത്തദാസനമുള്ള അകമഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദിവസത്തിൽ താഴ്ന്നിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.